കറന്റ് അഫയേഴ്സ് 2026 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫസ്റ്റത്തെ കറന്റ് അഫയർ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി തുടർന്ന് ക്ലാസ്സുകൾ വരുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറന്റ് അഫയേഴ്സ് ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ, ന്യൂയോർക്കിന്റെ 112ാമത് മേയറായി 2026 ജനുവരി 1 ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിമുമായ വ്യക്തി ആരാണ്? അപ്പോൾ നിങ്ങൾ ആൻസർ നോട്ട് ചെയ്തോളൂ. സൊഹ്റാൻ മംദാനി, 34 വയസ്സാണ് കേട്ടോ. സൊഹ്റാൻ മംദാനി. ഇനി സെക്കൻഡ് പോയിന്റ്, ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കുന്ന സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്ന കാർബൺ നികുതി എന്നു മുതലാണ് നിലവിൽ വന്നത്? 2026 ജനുവരി 1. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ തേർഡ് പോയിന്റ്, ISROയുടെ സോളിഡ് മോട്ടർ സ്റ്റാറ്റിക് ടെസ്റ്റ് ഫെസിലിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീഹരിക്കോട്ട. ഫോർത്ത് പോയിന്റ്, ഇന്ത്യയിലെ റബ്ബർ കാപ്പി കർഷകർക്കടക്കം വെല്ലുവിളി ഉയർത്തുന്ന യൂറോപ്യൻ യൂണിയന്റെ കയറ്റുമതി ചട്ടം നിലവിൽ വരുന്നത് എന്നാണ്? 2026 ഡിസംബർ 30. ഫിഫ്ത്ത് പോയിന്റ്, കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. സിക്സ്ത് പോയിന്റ്, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിലും കാലതാമസമില്ലാതെയും വിക്ഷേപിക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് ഏത്? SSLV. സെവൻത്ത് പോയിന്റ്, GST നഷ്ടപരിഹാര സെസ്സിന് പകരം പാൻ മസാലയ്ക്ക് മേൽ ചുമത്തിയ ആരോഗ്യ രാജ്യസുരക്ഷാ സെസ് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2026 ഫെബ്രുവരി 1. എയ്ത്ത് പോയിന്റ്, ഉത്തർപ്രദേശ് പോലീസിൽ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി ആരാണ്? S. കിരൺ. നയൻത്ത് പോയിന്റ്, ലോകത്ത് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്ന രാജ്യം ഏത്? കിരിബാതി. പസഫിക് ദ്വീപ് രാജ്യമായ കിരിബാതിയിലെ ക്രിസ്മസ് ദ്വീപിലാണ് പുതുവർഷം ആദ്യം എത്തുന്നത്. ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂർ മുമ്പേ ക്രിസ്മസ് ദ്വീപിൽ പുതുവർഷം എത്തി. 10th പോയിന്റ്, 2026 ജനുവരി 1 മുതൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യം ഏതാണ്? ബൾഗേറിയ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സബ് പോയിന്റ്സ് പറയാം, അതും കൂടെ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് പോയിന്റ്, 2007 മുതൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ബൾഗേറിയ 2025 ഡിസംബർ 31 വരെ സ്വന്തം കറൻസിയായ ലെവ് ആണ് ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് പോയിന്റ്, യൂറോ നാണയമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് യൂറോ സോൺ എന്ന് വിളിക്കുന്നു. തേർഡ് പോയിന്റ്, യൂറോ സോണിന്റെ അംഗസംഖ്യ 21 തേർഡ് പോയിന്റ്, യൂറോപ്യൻ യൂണിയന്റെ അംഗസംഖ്യ 27. ഫോർത്ത് പോയിന്റ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ചിട്ടില്ല. 4 സബ് പോയിന്റുകൾ കഴിഞ്ഞു. ഇനി 10ാമത്തെ പോയിന്റ് ആണ്, വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യത്തെ റൂട്ട് ഏതാണ്? ആസാമിലെ ഗുവാഹത്തിക്കും ബംഗാളിലെ ഹൗറയ്ക്കും ഇടയിൽ. 10th പോയിന്റ്, 2025 ഡിസംബർ 31 ആഗോള നിക്ഷേപ കമ്പനിയായ ഭാസ്കർ ഹാത്തവയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും വിരമിച്ച വ്യക്തി ആരാണ്? വാറൻ ബഫറ്റ്. 12th പോയിന്റ്, 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായ റോസമ്മസ് ബോയ് എന്ന കഥ രചിച്ചത് ആരാണ്? അഞ്ജന മെനോൻ. 13th പോയിന്റ്, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? സൗമൻ സെൻ. 14th പോയിന്റ്, 2020 ലോകകപ്പിനുള്ള ഒമാൻ ടീമിലെ ക്യാപ്റ്റനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ജതീന്ദർ സിംഗ്. 15th പോയിന്റ്, ഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ആരാണ്? ശ്രീകുമാർ ജി പിള്ള. ഈ 15 പോയിന്റ്സും നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇനിയും വരുന്നതാണ്. മാത്സ് ബേസിക് വരുന്നതാണ് ക്ലാസ്സസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് വരുന്നതാണ്. ബൈ.